ഹലോ, ഇന്ന് നമുക്കൊരു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കിയാലോ. ഞാനെൻ്റെ മത്സ്യകന്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ഗിയർ വയർ എടുത്തിട്ട് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഈ ലോക്കൊന്ന് അറ്റത്ത് കോർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ലോക്ക് ബീഡ് ഈ അറ്റത്തൂടെ അതിലേക്ക് കോർത്ത് കൊടുക്കുക. അതിൽ നമ്മൾ മടക്കിയിട്ടുള്ള ആ ഭാഗത്ത് കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ആ ലോക്ക് ബീഡ് കോർത്ത് കൊടുക്കണം. കോർത്തതിന് ശേഷം ആ ബീഡ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള ആ വയർ കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആ വയറിലേക്ക് ഓരോ ബീഡ്സായിട്ട് ഇട്ട് കൊടുക്കുക. അതിനു വേണ്ടി ആദ്യം ലോക്ക് ബീഡ് ഇടുക. പിന്നീട് ഒരു ഗോൾഡൻ ബീഡ് ഇടുന്നുണ്ട്. പിന്നെ ഒരു പിങ്ക് ബീഡാണ് ഇടുന്നത്. വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്, പിന്നെ ഒരു ലോക്ക് ബീഡ്. ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വീണ്ടും ഒരു ലോക്ക് ബീഡ് ഇടുക. അതിനുശേഷം ഒരു ഗോൾഡൻ ബീഡ്. ഇനി ഇടുന്നത് ഒരു ബ്ലൂ ബീഡാണ്. അതിനുശേഷം ഇതൊരു ഷെല്ലിൻ്റെ മോഡലുള്ളൊരു ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്, ബ്ലൂ ബീഡ്, പിന്നെ ഒരു ഗോൾഡൻ ബീഡ്, ലാസ്റ്റ് ഒരു ലോക്ക് ബീഡും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം ഇട്ടതുപോലെ തന്നെ ഒരു ലോക്ക് ബീഡ്, ഗോൾഡൻ ബീഡ്, റോസ് ബീഡ്, വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്, അതിനുശേഷം വീണ്ടും ഒരു ലോക്ക് ബീഡ് കൂടിയിട്ട് നിർത്താം. ഇപ്പം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു ലോക്ക് ബീഡ് കൂടി കോർത്ത് നമ്മുടെ അറ്റം ഇതുപോലൊന്ന് വളച്ച് ആ ലോക്ക് ബീഡ് അതിനുള്ളിലേക്ക് കയറ്റി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളത് നേരത്തെ ചെയ്തതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇനി ആ കൊളുത്തിനുള്ള അതുകൂടി ഒന്ന് കോർത്ത് അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ മാല ശരിയായിട്ടുണ്ട്. ഇനി ഓരോന്നിങ്ങനെ അകത്തി വെച്ച് തുല്യ അകലത്തിൽ ഒന്ന് അളന്നൊന്ന് നോക്കുക. ഇനി ഓരോ ലോക്കുകൾ ലോക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മുടെ ബ്ലൂ ബീഡിൻ്റെ അടുത്തുള്ള ലോക്ക് ബീഡാണ് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ പിങ്ക് കളറുള്ളത് അതിൻ്റെ രണ്ട് സൈഡിലും ലോക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡിലുള്ള പിങ്കുകളിൻ്റെയും രണ്ട് സൈഡിലുള്ള ലോക്ക് ബീഡുകളും ലോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, നന്നായിട്ടില്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.